ഇന്നത്തെ യാത്രയിൽ ജെറുസലേമിലെ വളരെ മനോഹരമായ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലം സന്ദർശിച്ചു. തെക്കൻ ഇസ്രായേലിലെ നെഗബ് മരുഭൂമിയിലാണ് യെരൂഹം സ്ഥിതി ചെയ്യുന്നത്. യെരൂഹം എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഹി വിൽ ഷോ കമ്പാഷൻ എന്നാണ്. ഇത് ബെർഷബയുടെ തെക്ക് കിഴക്കായി ഏകദേശം 27 കിലോമീറ്ററും ദിമോണയുടെ തെക്ക് പടിഞ്ഞാറായി ഏകദേശം 11 കിലോമീറ്ററും അകലെയാണ്. ചുരുക്കത്തിൽ യെരൂഹം ഇസ്രായേലിൻ്റെ തെക്കൻ ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. സാധാരണയായി ഒരു പ്രദേശത്തെ മണലിന് ഒരേ നിറമായിരിക്കാം. ഒന്നുകിൽ കറുപ്പ്, അല്ലെങ്കിൽ തവിട്ട് നിറം, ചിലപ്പോൾ ഒരു മഞ്ഞ കൂടിയ നിറം. എന്നാൽ ഇസ്രായേലിലെ പ്രത്യേകിച്ച് യെരൂഹം പ്രദേശത്തെ മണലിന് വ്യത്യസ്ത നിറങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം ഇവിടെ കാണപ്പെടുന്ന മണൽക്കല്ലിൻ്റെ സാൻഡ് സ്റ്റോൺ പാളികളിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഇനം ധാതുക്കളാണ്. മണലിന് ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങൾ നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയോണോക്സൈഡുകളാണ്. അയോണോക്സൈഡുകളുടെ വിവിധ രൂപങ്ങളും അവയിലെ ജലാംശത്തിൻ്റെ അളവനുസരിച്ചും ഈ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. മഗ്നീഷ്യം മണലിന് പർപ്പിൾ അല്ലെങ്കിൽ പിങ്ക് നിറം നൽകാൻ സാധ്യതയുണ്ട്. ചെമ്പിൻ്റെ സംയുക്തങ്ങൾക്ക് പച്ച അല്ലെങ്കിൽ നീല നിറങ്ങൾ നൽകാൻ കഴിയും. എങ്കിലും ഇത് മരുഭൂമിയിലെ മണലിൽ സാധാരണയായി കാണപ്പെടുന്നില്ല. ചെമ്പ് നിക്ഷേപങ്ങൾക്ക് സമീപമാണ് ഇത് കൂടുതലായി ഉണ്ടാകുന്നത്. സൾഫറിന് മഞ്ഞ നിറം നൽകാൻ കഴിയും. അതോടൊപ്പം മറ്റു ധാതുക്കളുടെ ചെറിയ അളവുകൾ പോലും മണലിൻ്റെ നിറത്തെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, വെളുത്ത മണൽ കൂടുതലും ക്വാർട്സ് എന്ന ധാതുവാലാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇത് താരതമ്യേന ശുദ്ധവും നിറമില്ലാത്തതുമാണ്. മാഗ്നൈറ്റ് അല്ലെങ്കിൽ ഇൽമനൈറ്റ് പോലുള്ള ഇരുണ്ട ധാതുക്കൾ കറുപ്പ് അല്ലെങ്കിൽ ഇരുണ്ട വരകൾ മണലിൽ ഉണ്ടാക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ വിവിധ തരം പാറകൾ പൊട്ടിപ്പൊളിഞ്ഞ് രാസപരവും ഭൗതികവുമായ മാറ്റങ്ങൾക്ക് വിധേയമാവുകയും തുടർന്ന് കാറ്റും വെള്ളവും പോലുള്ള പ്രകൃതി ശക്തികളാൽ ഇറോഷൻ സംഭവിക്കുകയും ചെയ്യുമ്പോൾ ഈ വിവിധ ധാതുക്കൾ മണ്ണിൽ കലരുന്നു. ഒരു പ്രത്യേക ധാതുവിൻ്റെ സാന്ദ്രത അനുസരിച്ചാണ് മണലിൻ്റെ നിറം നിർണ്ണയിക്കപ്പെടുന്നത്. ഈ സ്ഥലം സന്ദർശിക്കാനിടയായപ്പോൾ ഇത് ലോകത്തിൽ അപൂർവമാണോ എന്നൊരു ചിന്ത ഉണ്ടാകാനിടയായി. ഒരുപക്ഷെ നിങ്ങൾക്കും തോന്നിയേക്കാം. യെരൂഹമിലെ പോലെ ഒരു പരിധിവരെ ചെറിയ സ്ഥലത്ത് ഇത്രയധികം വ്യത്യസ്ത നിറങ്ങൾ കാണുന്നത് അത്ഭുതമാണ്. ലോകത്തിലെല്ലായിടത്തും ഇത് സർവ്വസാധാരണയല്ല. എന്നിരുന്നാലും നിറമുള്ള മണൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉയർന്ന അളവിൽ ഇരുമ്പിൻ്റെ അയണോക്സൈഡ് അടങ്ങിയ മരുപ്രദേശങ്ങളിൽ ചുവന്ന മണൽ കാണാം. ഓസ്ട്രേലിയയുടെ ചില ഭാഗങ്ങളിലും അമേരിക്കൻ ഐക്യനാടുകളിലെ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ഇരുമ്പിൻ്റെ ഓക്സൈഡും ക്വാർട്സും ധാരാളമായി കാണപ്പെടുന്നതിനാൽ മഞ്ഞയും തവിട്ടും നിറത്തിലുള്ള മണൽ വളരെ സാധാരണമാണ്. അഗ്നിപർവ്വത പ്രദേശങ്ങൾക്ക് സമീപം കറുത്ത മണൽ സാധാരണയായി കാണപ്പെടുന്നു. അഗ്നിപർവ്വത പാറകളായ ബസാൾട്ട് നശിച്ചിട്ടുണ്ടാകുന്ന ഇരുണ്ട ധാതുക്കളാണ് ഇതിന് കാരണം. ഹവായിയും ഐസ്ലാൻഡും കറുത്ത മണൽ നിറഞ്ഞ ബീച്ചുകൾക്ക് പേര് കേട്ടതാണല്ലോ. ബർമുഡയിലെയും ബഹാമാസിലെയും പോലെ പിങ്ക് മണൽ ചുവന്ന പവിഴപ്പുറ്റുകളുടെയും ചിപ്പുകളുടെയും ചെറിയ കഷണങ്ങൾ കാരണമാണ് ഈ നിറത്തിൽ കാണപ്പെടുന്നത്. പച്ചമണൽ വളരെ അപൂർവമാണ്. ഇത് സാധാരണയായി ഒലിവിൻ എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്രകാരം സംഭവിക്കുക. കാലിഫോർണിയയിലെ ഫൈഫർ ബീച്ചിലെ പർപ്പിൾ മണൽ മാംഗനീസ് ഗാർനൈറ്റ് കാരണമാണ് ആ നിറത്തിൽ കാണപ്പെടുന്നത്. ആകയാൽ യെരൂഹമിൽ കാണുന്ന പ്രത്യേക നിറങ്ങളുടെ സംയോജനവും തീവ്രതയും അതുല്യമാണെങ്കിലും സമാനമായ ഭൂമിശാസ്ത്രപരമായ പ്രക്രിയകളും ധാതുക്കളുടെ ഘടനയും കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഓരോ നിറവും കാണപ്പെടുന്നുണ്ട്. ഇവയിപ്പോൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യം വരാം. യെരൂഹമിലെയും മറ്റ് സമാന പ്രദേശങ്ങളിലെയും നിറമുള്ള മണൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷകമായിട്ടാണ്. സന്ദർശകർ പലപ്പോഴും വിവിധ നിറങ്ങളിലുള്ള മണൽ കുപ്പികളിലാക്കി അലങ്കാര വസ്തുക്കളാക്കി കൊണ്ടുപോകാറുണ്ട്. മറ്റൊന്ന്, മണലിൻ്റെ സ്വാഭാവിക ചായങ്ങൾ
മണൽ ചിത്രകലയിൽ അലങ്കാരപ്പാളികളും ചിത്രങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വേറെ ഒന്ന്, ഇത് ഭൂമിശാസ്ത്ര പഠനത്തിന് ഒരു വിലപ്പെട്ട ഉറവിടമാകുന്നു. ചരിത്രപരമായി ചില സംസ്കാരങ്ങളിലും കാലഘട്ടങ്ങളിലും സ്വാഭാവിക ചായങ്ങളുള്ള മണൽ അലങ്കാര ആവശ്യങ്ങൾക്കും പരമ്പരാഗത ചടങ്ങുകൾക്കും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് യെരൂഹമിലെ പ്രധാന ആധുനിക ഉപയോഗമല്ല. ഇത്തരം പ്രകൃതി സംരക്ഷിത പ്രദേശങ്ങളിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി വലിയ അളവിൽ മണൽ ശേഖരിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്. എന്നിരുന്നാലും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ചെറിയ തോതിലുള്ള ശേഖരണം അനുവദിക്കാറുണ്ട്.